ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂൾ തുറക്കുന്ന പ്രമാണിച്ച് ഞാൻ എന്തൊക്കെ മേടിച്ചു എന്ന് കാണിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ബാഗ്. ഇതാണ് എൻ്റെ ബാഗ്. ഞാൻ ഈ 9th-ക്കാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഇത്ര ചെറിയ ബാഗ് മതിയോ എന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് വലിയ ബാഗിനേക്കാളും കുഞ്ഞു ബാഗിനോടാണ് താല്പര്യം. ഞാൻ കുഞ്ഞു ബാഗാട്ടോ മേടിച്ചത്. ഇതിന് 3 കള്ളിയാണ് വരുന്നത്. ഒരെണ്ണം ഇവിടെ, പിന്നെ ഇവിടെ 2 ഇത് ഞാൻ ഇരിഞ്ഞാലക്കുട ലക്ഷ്മിന്നാണ് മേടിച്ചത്. ഇതിന് 660 ആയുള്ളൂ, 660. വില കുറവാണ്, കുഞ്ഞു ബാഗല്ലേ. പിന്നെ ഉള്ളത് പിന്നെ എൻ്റെ കസിൻസിന് വേണ്ടി നമ്മൾ ബാഗ് വാങ്ങിച്ചു. എൻ്റെ ആൻറ്റിയുടെ കുട്ടികൾക്ക്, അവർ 2 പേർക്കും 2 ബാഗ്. ഇത് സ്കൂബിയുടെ കേട്ടോ. ഇത് മേടിച്ചപ്പോൾ കുറേ സാധനങ്ങൾ ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടി. അതിനെ കാണിച്ചു തരാം. ആൻഡ് ഈ ബാഗിൻ്റെ റേറ്റ് വന്നിട്ട് 780 ആണ്, 780. ഇതിൽ 1 2 3 കള്ളിയാട്ടോ ഈ ബാഗിലുള്ളത്. ഈ ബാഗിൻ്റെ റേറ്റ് 875 ആണ്. ഇതിനകത്തും 3 കള്ളി തന്നെയാണ്. ഇതിനകത്ത് 4 കള്ളിയുണ്ട് കേട്ടോ. 4 കള്ളിയാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ സംഭവങ്ങളാണ് ഇതൊരെണ്ണം. ഇതൊരു ടോയ് ആട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഈ ഗ്യാപ്പിൽ ഒരു ബോളുണ്ട് കേട്ടോ. ആ ബോൾ എവിടെയോ പോയി. ആ ബോള് ഇതിൽ ഇട്ടിട്ട് നമ്മൾ ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിങ്ങനെ തെറിച്ച് പോകും. അപ്പോൾ ഇത് 2 എണ്ണം. ഇത് പൊന്നിക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾ ഇത് വെച്ച് കളിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ അവൾക്ക് ഇത് അമർത്താൻ പറ്റില്ല. നമ്മൾ അമർത്തി കൊടുക്കണം. നല്ല രസമുള്ള ടൈം. 2 എണ്ണം അത് കിട്ടി. പിന്നെ കിട്ടിയത് നെയിം സ്ലിപ്പാണ്. 2 ഷീറ്റ് നെയിം സ്ലിപ്പ്. എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സും കാർട്ടൂൺ അങ്ങനത്തെ ഐറ്റംസൊന്നും ഇഷ്ടമല്ല നെയിം സ്ലിപ്പിൽ. പിന്നെ അതിനകത്ത് വലിയ ഗ്യാപ്പും ഇല്ല കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട്. അതുകൊണ്ട് എനിക്കിത് വേണ്ട, നമുക്ക് അവർക്ക് തന്നെ കൊടുക്കാം. പിന്നെ ഇത് 2 കളറിംഗ് ബുക്ക്. ആദ്യമായിട്ടാണ് ഞാൻ സ്കൂബിയുടെ ബാഗ് വെച്ചിട്ട് ഇത്ര സാധനങ്ങൾ കിട്ടണേ. നെയിം സ്ലിപ്പ് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ മേടിക്കുമ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കളറിംഗ് ബുക്കൊക്കെ ആദ്യമായിട്ടാണ്. ഇതിനകത്ത് വേറെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. 2 എണ്ണം. അതൊക്കെയാണ് ഇതിൻ്റെ കൂടെ. പിന്നെ അവർക്ക് മാച്ചായിട്ട് 2 ബോക്സും കൂടി നമ്മൾ മേടിച്ചു. ഈ ബാഗിന് മാച്ചാട്ടോ അതൊക്കെ. ഒരെണ്ണൊരു ദിനോസറിൻ്റെ തീമും ഒരെണ്ണൊരു സ്പേസ് അങ്ങനത്തെ ഒരു സംഭവം. ഇതിന് മറ്റേ ഷാർപ്പണറൊക്കെ കൂടി വന്നിട്ടുള്ള പണ്ടത്തെ മോഡൽ ബോക്സാണ്. ഇതെൻ്റെ കയ്യിൽ പണ്ട് കുറേ ഉണ്ടായിരുന്നു. ഇതിന് ഞാൻ 110ഉം ഇതിന് 190 ആണ് കേട്ടോ. പൈസ വ്യത്യാസമുണ്ട്. 2 എണ്ണം. പിന്നെ എനിക്ക് ചെരുപ്പ്. ഇപ്പം മഴയായ കാരണം സ്കൂളിലേക്ക് സാൻഡിൽസ് തന്നെ പറ്റുക. അപ്പോൾ ബ്ലാക്ക് കളർ തന്നെ വേണം. അപ്പോൾ ബ്ലാക്ക് സാൻഡിൽസ് വാങ്ങിച്ചു. സാധാരണ സ്കൂൾ തുറന്നിട്ടാണ് ഇത് മേടിക്കാൻ പോവാറ്. പക്ഷേ ഇപ്രാവശ്യം നേരത്തെ തന്നെ മേടിച്ചു. ഇതിന് 375 ഉള്ളൂ. പിന്നെ എൻ്റെ ബോട്ടിൽ. എടാ, ഇതിനകത്തൊരു സാധനമൊക്കെ ഉണ്ട്. ഇത് കണ്ടിട്ട് നല്ല രസമുണ്ട്. ഇത് കണ്ടിട്ടാട്ടോ ഞാൻ ഇത് മേടിച്ചെന്തോ കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. ഭയങ്കര കുഞ്ഞു കുപ്പിയാണ്, പക്ഷെ എന്തോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എല്ലാ കൊല്ലവും ഞാൻ സാധാരണ വാങ്ങുക സ്റ്റീലിൻ്റെ കുപ്പിയാണ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ മാറ്റിപ്പിടിച്ചു. ഇത് പ്ലാസ്റ്റിക് ആട്ടോ. അങ്ങനത്തെ മേടിച്ചു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന് 230 ആട്ടോ ഇതിൻ്റെ പ്രൈസ്. ഇതിനകത്ത് ഫോളോ യുവർ ഹാർട്ട് ദി ഫണ്ണിയസ്റ്റ് പേഴ്സൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇതിന് മാച്ചായിട്ട് തന്നെയാണ് ഞാൻ പൗച്ച് മേടിച്ചത്. ഇത് സൈമ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് തോന്നുന്നു. സൈമ എന്നാണ് തോന്നുന്നു, പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല. ഇതൊരു യെല്ലോ കളർ കേട്ടോ. അതും ഇത് മാച്ചാണ്. ഇതിൽ ഒരു സിബേ ഉള്ളൂ. പശു വെച്ചുണ്ടാക്കുന്നു. ഇത് 190 ആട്ടോ ഇതിൻ്റെ പ്രൈസ്. ആൻഡ് പൗച്ച് എന്തായാലും ഈ വർഷം കഴിയാറാകുമ്പോഴേക്കും അത് കേടാകും, അഴുക്കൊക്കെ പിടിച്ച്. അപ്പോൾ പിന്നെ എക്സാമിനൊക്കെ ആകുമ്പോഴേക്കും അതൊക്കെ കൊള്ളായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പൗച്ച് എപ്പോഴും 2 എണ്ണം വാങ്ങിക്കാറുണ്ട്. അങ്ങനെ മേടിച്ചതാണ് ഇത് ഞാൻ തപ്പി പിടിച്ച് പെട്ടെന്ന് എടുത്തതായതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് ഞാൻ നോക്കിയില്ല. ഇത് എടുത്തതും ബില്ല് ചെയ്യാൻ കൊടുത്തു. ഇതിന് 290 ആയിരുന്നു. കുറച്ച് കോസ്റ്റ്ലിയാണ്. പ്രൈസ് നോക്കാണ്ടാണ് ഞാൻ കൊടുത്തത്. വീട്ടിലെത്തിയപ്പോഴാണ് പ്രൈസ് നോക്കിയത്. ഇതിന് 2 സിബ് വരുന്നുണ്ട് കേട്ടോ. ഇതിന് ജൂട്ടാണെന്ന് തോന്നുന്നു ഇത് മെറ്റീരിയൽ. അതുകൊണ്ടായിരിക്കണം ഇതിന് ഇത്രയും കാശ് വരുന്നത്. പക്ഷെ നല്ലൊരു വിൻറ്റേജ് ലുക്ക് ഉണ്ട്. ഇതും സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ്. പിന്നെ എന്താ ഞാൻ മേടിച്ചത്? പിന്നെ എല്ലാവർക്കും വേണ്ട സാധനം
റോളിൽ. ഇത് ഞാൻ 2 മേടിച്ചു കേട്ടോ. ഒരെണ്ണം ഇത്തിരി കട്ടിയുള്ള സൈസും ഇത് കുറച്ച് നീളത്തിലുള്ളതാണ്. ഇത് 2 സൈസാണ്. ഇത് രണ്ടും എന്തായാലും ആവശ്യം വരും, കാരണം ബുക്സ് ഇഷ്ടംമാതിരി ഉണ്ട്. ഇതിന് 75ഉം ഇതിന് 160 കേട്ടോ. 2 മേടിച്ചു. പിന്നെ മേടിച്ചത് 2 ഫയലാണ്. ഇത് എനിക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സാധനമാണ്, കാരണം കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് കൊണ്ടുവയ്ക്കണം. ഇവിടെ കഴിഞ്ഞ വർഷത്തെ അതിന് മുന്നത്തെ വർഷത്തെ ആക്ടിവിറ്റീസൊന്നും ഞാൻ ചെയ്തത് കളയാറില്ല. അപ്പോൾ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കുറേ ഫയലുണ്ട്. അപ്പോൾ എല്ലാ കൊല്ലവും 2 ഫയൽ എന്തായാലും മേടിക്കണം. അപ്പോൾ ഒരെണ്ണം ഇതെനിക്ക് വീട്ടിൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് സ്കൂളിൽ കൊണ്ടുപോകാൻ, അങ്ങനെ ആൻസർ ഷീറ്റും ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ കൊണ്ടുപോകാൻ. ഇത് നല്ല രസമാണ് കേട്ടോ. ഇതിന് 30 രൂപയും ഇതിന് 25 രൂപയും, 30 and 20. പിന്നെന്താ, പിന്നെ നോട്ട്ബുക്സാണ്. നോട്ട്ബുക്സിൻ്റെ ലിസ്റ്റ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ നോട്ട്ബുക്സ്. ഇതിൽ ബെനർജിൻ്റെ ഉണ്ട്, പേപ്പർ ഗ്രിഡിൻ്റെ ഉണ്ട്, ക്ലാസ്മേറ്റ്സിൻ്റെ ഉണ്ട്. 6 റൂൾഡ് ആയിട്ടുള്ള നോട്ട്ബുക്സാണ് മേടിച്ചിട്ടുള്ളത്. 100 പേജസിൻ്റെ. 100 ഇത് കറക്റ്റായിട്ടില്ല, 76 പേജസേ ഉള്ളൂ. അത് 6 മേടിച്ചിട്ടുണ്ട്. ഇത് എല്ലാ സൈഡ് സബ്ജക്ട്സിനൊക്കെ ആയിട്ട് ഇങ്ങനെ സോഷ്യലും സയൻസും ഒക്കെ ആയിട്ടുള്ള ബുക്സാണ്. ഒരെണ്ണത്തിന് 30 റുപ്പീസ് കേട്ടോ. അങ്ങനെ 6 മേടിച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസ്മേറ്റ്സിൻ്റെ 2 റൂൾഡ് ബുക്ക്, ഇംഗ്ലീഷിൻ്റെ മലയാളത്തിനും വേണ്ടിയിട്ടാണ്. അത് 200 പേജിൻ്റെ. ഇതിന് ഒരെണ്ണത്തിന് 60 രൂപയാണ്. പിന്നെ 200 പേജിൻ്റെ തന്നെ ക്ലാസ്മേറ്റ്സിൻ്റെ തന്നെ കേട്ടോ. അത് പ്ലെയിൻ ബുക്ക്. ഇത് മാത്സിനാണ്. ചിലപ്പോൾ 3 മാത്സിന് ആവശ്യം വരും. പിന്നെ 3 ബുക്ക് അന്ന് നമ്മൾ യൂണിഫോമിൻ്റെ മെറ്റീരിയൽ വാങ്ങാൻ പോയപ്പോൾ കിട്ടിയിരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ വേണമെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം. അതൊക്കെ 200 പേജസിൻ്റെ എങ്ങാണ്ടാണ്, 100 and something ഉണ്ട് അതിൻ്റെ പേജ്. അപ്പോൾ അതവിടെ ഇരിക്കുന്നുണ്ട്. തന്നെ ഞാൻ മേടിച്ചെന്നുള്ള ബുക്ക് എന്തായാലും ആവശ്യം വരില്ല. പിന്നെ ഇനിയുള്ളതാണ് പേന, പെൻസിൽ, അങ്ങനെ സംഭവങ്ങളൊക്കെ. അല്ല, പെൻസിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായില്ല. പെൻസിൽ ഇവിടെ ഇഷ്ടമായി ഇരിക്കുന്നുണ്ട്, അച്ഛൻ കൊണ്ടുവന്നതൊക്കെ ആയിട്ടുള്ളത്. പേന ഞാൻ വാങ്ങിച്ചു. അപ്പോൾ പേന ഇവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള പേനകളൊന്നുമില്ല. ഇതാണ് എനിക്കിഷ്ടമുള്ള പേന. ഇത് മറ്റേ എൽക്കോസിൻ്റെ പേന കേട്ടോ. കാണുന്നുണ്ടോ? ഇത് ഒരെണ്ണത്തിന് 5 രൂപയാണ്. അപ്പോൾ ഇത് 5 എണ്ണത്തിൻ്റെ പാക്കാണ്. അപ്പോൾ 25 രൂപയാണ് ഈ ഒരു പാക്കിന്. ഇതിൻ്റെ ബ്ലാക്ക് പെൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ബ്ലൂ ആണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ ബ്ലൂ അടിച്ചതാട്ടോ. പിന്നെ ഈ ഒരു പേന, ഇത് എനിക്കറിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ. ഇത് നല്ല രസമാട്ടോ. അതുകൊണ്ട് എഴുതാൻ കഴിഞ്ഞ വർഷം ഇതിൻ്റെ 2-3 എണ്ണമൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു സെറ്റായിട്ട് ഞാൻ എടുത്തില്ല, ഇങ്ങനെ എടുത്തുള്ളൂ. കാരണം പേനകളൊക്കെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ മാറിയൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ ഇത് 4 കേട്ടോ. ഇതിന് ഒരെണ്ണത്തിന് എത്രയാണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ സംഭവം ബ്ലാക്ക് മാർക്കർ. ഇത് എങ്ങനെയൊക്കെ പോയാലും ആവശ്യമാണ്. ഇത് ആവശ്യമുള്ള സമയത്തായിരിക്കും ഇത് അന്വേഷിച്ച് നടക്കുക. അപ്പോൾ കാണാണ്ടാവും. ഇപ്പോൾ ഇവിടെ ഉണ്ടായതൊക്കെ കേടായപ്പോൾ ഞാൻ പുതിയത് മേടിച്ചു. നല്ല രസമില്ലേ? പിന്നെ നല്ല രസമില്ലേന്ന്, അത് എല്ലാവരും ഉള്ളത് കേട്ടോ. ഇതിനും എത്രയാണെന്ന് എനിക്കറിയില്ല. പിന്നെ 2 ഹൈലൈറ്റർ. ഇത് എനിക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ 2 മേടിച്ചു. ഇതിന് ഒരെണ്ണത്തിന് 25 രൂപയാണ്, 24 രൂപയാണ്. പിന്നെ ഞാൻ ഇതുവരെ പുറത്തുനിന്ന് മേടിക്കാത്തുള്ളൊരു സാധനം, ഇറേസർ. ഞാൻ ഇതുവരെയും ഇറേസർ പുറത്തുനിന്ന് മേടിച്ചിട്ടില്ല. കാരണം അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ, അച്ഛൻ മുന്നേ സൗദിയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ലീവിന് വരുമ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് കുറേ കൊണ്ടുവരാറുണ്ട്. പേന, പെൻസിൽ, പിന്നെ ഇതൊക്കെ കൊണ്ടുവന്ന് ഇഷ്ടമാതിരി ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും ഇവിടെ മേടിക്കാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ആയപ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞു. 1-2 എണ്ണമൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അത് എപ്പോഴും യൂസ് ചെയ്യാൻ കാരണം ഞാൻ വേറെ ഒരെണ്ണം മേടിച്ചു. 4 എണ്ണം മേടിച്ചു കേട്ടോ. പിന്നെ ഒരെണ്ണത്തിന് 3 രൂപയാണിത്. അപ്സരയുടെയാണ്. ഒരെണ്ണത്തിന് 3 രൂപ. 4 എണ്ണം മേടിച്ചു. പിന്നെ ഷാർപ്പണർ, ഇതും 4 എണ്ണം മേടിച്ചു. ഇത് ഡോംസിൻ്റെ, ഒരെണ്ണം കാണാനില്ല, എവിടെയെങ്കിലും ഉണ്ടാവും. ഇത് ഡോംസിൻ്റെ. ഇതിനും ഒരെണ്ണത്തിന് 3 രൂപ തന്നെയാണ്. പിന്നെ ഒരു സിസേഴ്സ്. ഇത് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ്. കാരണം എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ ചെയ്യാതിരിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ഓർമ്മ വരിക. ഇവിടെയുള്ളതൊക്കെ വലിയതാണ്, കുഞ്ഞുകളൊക്കെ ഇങ്ങനെ കാണാണ്ടായി മൂർച്ച പോയൊക്കെ പോയി. അപ്പോൾ ഇത് തന്നെ മേടിച്ചു. ഇതിന് 67 രൂപ കേട്ടോ ഒരെണ്ണത്തിന്. പിന്നെ അതാ 2 ഗ്ലൂ സ്റ്റിക്ക് മേടിച്ചു. ഇതും ഭയങ്കര ആവശ്യമാണ്. എന്തെങ്കിലുമൊക്കെ സ്റ്റിക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഫെവിക്കോളിനേക്കാളും ഇതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതുകൊണ്ട് ഇത് 2 എണ്ണം മേടിച്ചു. ഇത് കാണാണ്ടാവണ സാധനങ്ങളിൽ പെടുന്നതാണ്. ഇത് ഒരെണ്ണത്തിന് 25 രൂപ കേട്ടോ. ഒരെണ്ണം ഫാബർ കാസ്റ്റലിൻ്റെയും ഒരെണ്ണം ഫെവി സ്റ്റിക്കുമാണ്.
രണ്ടെണ്ണം മേടിച്ചു. പിന്നെന്താ പിന്നെ 2 സ്കെയില്. ഇതും ഈ പറഞ്ഞ മാതിരി ഇവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഇതും കാണാണ്ടാവണം ഇതിൽ പെടുന്ന കാരണം എന്തായാലും ഇത് കാണാണ്ടാവും ഉറപ്പാണ്. അപ്പോൾ ആദ്യത്തേത് നല്ലത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കാണാണ്ടാകുമ്പോൾ പഴയതെടുത്ത് കൊണ്ടുപോകാൻ 2 മേടിച്ചുള്ളൂ. ഒരെണ്ണത്തിന് 5 രൂപ കേട്ടോ. ഒരെണ്ണം ക്യാമലിൻ്റെയും ഒരെണ്ണം നടരാജിൻ്റെയാണ്. അതെടുക്കുമ്പോൾ അങ്ങനെ ആയി പോകണമെന്നാണ്. പിന്നെ ഇത് ഈ സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. എല്ലാ ഗേൾസിനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതായിരിക്കും സ്കൂൾ തുറക്കുമ്പോൾ. എൻ്റെ സ്കൂളിൽ 2 സൈഡിലും ഹെയർ മെടഞ്ഞിട്ടിട്ട് വേണം പോകാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റം ബുഷാണ്. ഇത് എത്ര മേടിച്ചാലും കാണാണ്ടാകുമോ, അതെന്താണെന്നറിയില്ല. അത് അവിടെ ഇവിടെ കൂടിക്കൊണ്ടിട്ടിട്ട് എത്ര മേടിച്ചാലും കാണാണ്ടാവും. അതുകൊണ്ട് ഞാൻ 2 എണ്ണം മേടിച്ചു. ഇത് ഒരെണ്ണത്തിന് 31 രൂപ കേട്ടോ. അങ്ങനെ 2 സെറ്റ് മേടിച്ചു. പിന്നെ അടുത്ത സാധനം കമ്മൽ. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ കമ്മലാണ് ഞാൻ കൂടുതലും ഇടാറ്. ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അത് തന്നെയാണ് കേട്ടോ. ഇതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. സ്കൂളിലേക്ക് സ്റ്റഡ് തന്നെയാണ് പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ മേടിക്കും. ഇതും എത്ര മേടിച്ചാലും കാണാണ്ടാവും. അപ്പോൾ ഇത് ഞാൻ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. കാണാണ്ടാവാതെ കാണാൻ മാറിയിടാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ സ്കൂൾ തുറക്കുന്നത് പ്രമാണിച്ച് മേടിച്ചത്. ടിഫിൻ ബോക്സും ഒന്നും മേടിച്ചില്ല. ചോറ് കൊണ്ടുപോകാൻ ചോറ് പാത്രം ഒന്നും മേടിച്ചില്ല. അതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പുതിയത് വാങ്ങിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ മേടിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. ഇനി നെയിം സ്ലിപ്പും കൂടിയാണ് എനിക്ക് വാങ്ങാനുള്ളത്. നെയിം സ്ലിപ്പ് ഞങ്ങൾ 3 കടയിൽ കയറിട്ടു. ഈ സാധനങ്ങളൊക്കെ കൂടി മേടിച്ചിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട MCPന്ന് മേടിച്ചു കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇരിഞ്ഞാലക്കുട തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്ത് സൈഡിലായിട്ട് പ്രകാശം സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനറി കടയുണ്ട്. അവിടെ നിന്ന് മേടിച്ചു. പിന്നെ ബാഗും ചെരുപ്പും സംഭവങ്ങളൊക്കെ ലക്ഷ്മി ഫുട്വെയർ ഇതില്ലേ ഇരിഞ്ഞാലക്കുട, അവിടെ നിന്നാണ് മേടിച്ചേക്കണം. അപ്പോൾ അവിടെ നെയിം സ്ലിപ്പില്ല. പിന്നെ MCPയിലും പ്രകാശം ഡ്രസ്സിലെയും ഇതൊന്നും എനിക്ക് ഇഷ്ടമായില്ല. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉള്ളത് ഇഷ്ടമല്ല. പിന്നെ പ്ലെയിനും ഇഷ്ടമല്ല. എന്തൊക്കെയോ എനിക്ക് അത് ഇഷ്ടമായില്ല അവിടെ ഉള്ളത്. പിന്നെ വേറെ എവിടെയെങ്കിലും വേണം മേടിക്കാനായിട്ട്. അതും കൂടി മേടിച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. പിന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ സ്കൂളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പക്ഷെ അന്ന് എനിക്ക് വാങ്ങാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ് വാങ്ങാൻ പറഞ്ഞത്. അപ്പോൾ ഇനി അവളുടെ വീട്ടിൽ പോയിട്ട് അത് കൊണ്ടുവന്നിട്ട് വേണം ചട്ടയൊക്കെ ഇട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നോട്ട്ബുക്സും. അപ്പോൾ അതൊക്കെയാണ് സ്കൂൾ തുറക്കുന്നത് പ്രമാണിച്ചുള്ള വിശേഷങ്ങൾ. പിന്നെ ഇത് വാങ്ങാൻ പോയതിൻ്റെയും ഒക്കെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോ ആയിട്ട് ഇടാനുണ്ടാവുമെന്ന് അറിയില്ല, എങ്കിലും ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇടാൻ നോക്കാം. കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ, വലിയതായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇടാം. അപ്പോൾ ഇനി എന്നാണ് നമ്മുടെ അടുത്ത വീഡിയോസ് എന്നൊന്നും എപ്പോഴത്തേയും പോലെ പറയാൻ പറ്റില്ല. എപ്പോഴെങ്കിലുമൊക്കെ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.